വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. നാമൊക്കെയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും എല്ലാം പോകുന്നവരാണ്. അവിടെ പോയി നാം എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഇല്ലായ്മകളെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ ഇല്ലായ്മകളെ നിരത്തുന്ന പ്രാർത്ഥനകളായിരിക്കാം പലപ്പോഴും ഉണ്ടാകാറുള്ളത്. രോഗം വരാതിരിക്കാനും, ദാരിദ്ര്യം മാറാനും, പട്ടിണി ഇല്ലാതാകാനും, ജോലി നഷ്ടപ്പെടാതിരിക്കാനും ഇങ്ങനെ നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എന്നെങ്കിലും നാം നമുക്ക് കിട്ടിയ നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടുണ്ടോ? പൗലോ കൊയ്ലോ പറയുന്നത് ഇങ്ങനെയാണ്: എവരി ബ്ലെസ്സിങ്സ് ഇഗ്നോസ് ബിക്കംസ് എ കഴ്സ്. നമ്മുടെ നന്മകളെ നാം ഓർക്കുന്നില്ല എങ്കിൽ, അതിനെ കൗണ്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ശാപമായി തിരിച്ചു വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ശാപങ്ങളാണ് വരേണ്ടത്? നന്മയെക്കുറിച്ച് ഓർക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, നന്ദിയുള്ള മനസ്സ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റാണ്. നമ്മൾ 21 ദിവസത്തെ ഹാബിറ്റ് എക്സ്പ്രസ് പ്രോഗ്രാമിൽ ഈ മൈൻഡ് സെറ്റിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. നന്ദിയുള്ള മനസ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്. നാം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുന്നുവെങ്കിൽ തീർച്ചയായും കൂടുതൽ നന്മകൾ നമ്മിലേക്ക് വരുമെന്നുള്ളതാണ് ഈ ചിന്തകളെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. ധാരാളം പുസ്തകങ്ങളും ബുദ്ധ ഫിലോസഫിയും എല്ലാം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നന്മ ചിന്തിക്കുന്നുണ്ടോ, നന്ദിയുള്ളവരാണോ നാം എന്ന് അറിഞ്ഞിരിക്കുക. അബണ്ടൻസ് ഇൻ മൈൻഡ് സെറ്റ് എന്ന് പറയാറുണ്ട്. പ്രകൃതിയുടെ നിയമം തന്നെയാണ് ദ ലോ ഓഫ് അബണ്ടൻസ് എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നന്മ കൊണ്ട് നിറയുക, നന്ദി കൊണ്ട് നിറയുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും നന്മകൾ വരുമെന്നും വീണ്ടും വീണ്ടും പ്രോസ്പെരിറ്റി ഉണ്ടാകുമെന്നാണ് ഈ ചിന്തകളെല്ലാം പറയുന്നത്. മനസ്സിൽ നന്മയാണോ ഉള്ളത്, മനസ്സിൽ നന്ദിയാണോ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ നന്മയുണ്ടാകും. ചിന്തിച്ച് നോക്കുക, നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഉള്ളതിനെക്കുറിച്ചാണോ, ഇല്ലായ്മയെക്കുറിച്ചാണോ? നന്ദിയാണോ, പരാതികളാണോ? നന്ദിയാണെങ്കിലും ഉള്ളതിനെക്കുറിച്ച് നാം സന്തോഷമുള്ളവരാകുന്നു എങ്കിൽ തീർച്ചയായും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. ജപ്പാനീസിൻ്റെ ഒരു ചിന്താഗതിയാണ് അരിഗാത്തോ എന്ന് പറയുന്നത്. ആളുകളെ കാണുമ്പോൾ ആളുകൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും അവർ അരിഗാത്തോ എന്ന് പറയും. അരിഗാത്തോ എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി എന്നാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. ആ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നാം നന്ദിയുള്ള മനസ്സുണ്ടാകുന്നെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നന്മ വരുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ, നാം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ തീർച്ചയായും നന്ദി പറയുക. ഓരോ നിമിഷവും ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക. നമ്മുടെ കണ്ണുകൾ കാഴ്ചയുണ്ട്, നമ്മുടെ ചെവി കേൾക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ കാലുകൾക്ക് സ്വാധീനമുണ്ട്, നമുക്ക് നടക്കുവാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് മണക്കുവാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് രുചിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കൗണ്ട് ചെയ്താൽ എത്രമാത്രം ബ്ലെസ്സിങ്സാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇനി നമ്മുടെ വീട്ടിലേക്ക് നോക്കുക. നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇനി നമ്മുടെ വീടൊന്ന് നോക്കുക. നമുക്കൊരു വീടുണ്ട്, വീട്ടിൽ വാഹനമുണ്ട്, വീട്ടിൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഫർണിച്ചറുണ്ട്. ഇത് നോക്കിയാൽ എത്രയോ കാര്യങ്ങളാണ് കൗണ്ട് ചെയ്യാനുള്ളത്. നമ്മുടെ അടുക്കളയെക്കുറിച്ചും, ടോയ്ലറ്റിനെ കുറിച്ചും, ഡൈനിങ് ടേബിളിനെ കുറിച്ചും എല്ലാം നമുക്ക് ബ്ലെസ്സിങ് കാണുവാൻ സാധിക്കും. ഇനി നമ്മുടെ പുറത്തേക്ക് നോക്കുക. നമുക്ക് വാഹനമുണ്ടാകാം, പ്രോപ്പർട്ടി ഉണ്ടാകാം, റിലേറ്റീവ്സ് ഉണ്ടാകാം, ജോലി ഉണ്ടാകാം, സമ്പത്തുണ്ടാകാം. ഇങ്ങനെ നോക്കിയാൽ എത്രയോ കാര്യങ്ങളെക്കുറിച്ചാണ് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ തന്നെ സാധിക്കും. ഒരു പുസ്തകം ലിസ്റ്റ് ചെയ്താൽ ആയിരക്കണക്കിന് നന്മകൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഇത്രമാത്രം അബണ്ടൻസ് ഉള്ളപ്പോൾ, ഇത്രമാത്രം നന്മകളുള്ളപ്പോൾ, ഇത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് നൽകുവാൻ സാധിക്കുമ്പോൾ ഇനി നാം പരാതി പറയുകയാണോ? പരാതി പറയുന്നുവെങ്കിൽ, കംപ്ലയിൻറ്റ് ചെയ്യുന്നുവെങ്കിൽ നന്മ ഉണ്ടാകുകയില്ല. അതുതന്നെയാണ് പൗലോ കൊയ്ലോ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ ഇഗ്നോർ ചെയ്യുന്നുവെങ്കിൽ ശാപമായി തിരിച്ചു വരും. ശാപം വേണമോ, അനുഗ്രഹം വേണമോ? ഇതെല്ലാം പറയുമ്പോൾ ഒരു മിത്തായി തോന്നുന്നുവെങ്കിലും ഇതെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ശക്തമായ ശാസ്ത്രമുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. മനസ്സ് എന്ത് ചിന്തിക്കുന്നു, മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് പ്രോസസ്സ് ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചിന്തിക്കുന്നു, ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, ഇതെല്ലാം നാം പറഞ്ഞു വരുന്നതാണ്. 21 ദിവസം ഹാബിറ്റ് എക്സ്പ്രസ് പ്രോഗ്രാമിൽ ഇത് പഠിക്കുകയാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുകയാണ്. മനസ്സിൽ മാറ്റമുണ്ടാകാതെ, വാക്കുകളിൽ മാറ്റമുണ്ടാകാതെ, ചിന്തയിൽ മാറ്റമുണ്ടാകാതെ ഒരിക്കലും നമുക്ക് മാറുവാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിലും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കൊണ്ട് നിറയട്ടെ. ഒരാളെ കാണുമ്പോൾ അവരെന്ത് നന്മ ചെയ്തതെന്ന് ചിന്തിക്കട്ടെ. ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അവർ നിങ്ങൾക്ക് എന്ത് നന്മയാണ് ചെയ്തതെന്ന് ചിന്തിക്കുക. അവർ ഉപദ്രവിച്ചവരായിരിക്കാം, അവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞവരായിരിക്കാം, എന്നാൽ അവരുടെ മനസ്സിലും ഒരു നന്മയുണ്ട്. നന്മയെ കാണുവാൻ ശ്രമിക്കുക, നന്മയെ നന്ദി പറയുക. അരിഗാത്തോ. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.